സർ, ഇന്ത്യൻ നാവികസേനയെ കണ്ട് പാകിസ്ഥാൻ നാവികസേന ഓടിയൊളിച്ചു എന്നൊക്കെ തരത്തിൽ ഒരു വാർത്ത ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. അതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്? എന്താണ് സംഭവം? അത് ഇപ്പം മാധ്യമങ്ങളിൽ, ലോക മാധ്യമങ്ങളിലൊക്കെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ അത്തരത്തിൽ ആ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ നാവികസേന ഓടിയൊളിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. അപ്പം ഇതിനോട് കൂടി വായിക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ, ഇന്ന് പാക് സൈനിക മേധാവി ഈ പറഞ്ഞതുപോലെ മുനീർ ഇന്ന് വീണ്ടും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ കാല് പിടിച്ച് അല്ലെങ്കിൽ കരഞ്ഞു വിളിച്ച് അമേരിക്കയുടെ സഹായത്തോടു കൂടിയാണ് യുദ്ധം നിർത്തിയത്, അമേരിക്ക പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ യുദ്ധം നിർത്തുകയായിരുന്നു. അത്തരത്തിലേക്ക് ഒരു പ്രസ്താവനയുമായിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. അതായത് അമേരിക്കയിലെ ട്രംപ് പറയുന്ന കാര്യങ്ങൾ വീണ്ടും അദ്ദേഹം ആവർത്തിച്ച് ട്രംപിന്റെ കൂടെ നിന്ന് ഇന്ത്യയെ ആക്ഷേപിക്കുന്നതിനൊപ്പം ട്രംപിനെ സൂചിപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു വർത്തമാനം വന്നിട്ടുണ്ട്. ആ വർത്തമാനത്തിന് എത്ര വിലയുണ്ടാകും, അതിന്റെ വാസ്തവം എത്രത്തോളം ഉണ്ടാകും എന്നൊക്കെ ഉള്ളത് ഒരുപക്ഷെ ലോക രാജ്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടാവും. അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഈ വാർത്തയ്ക്ക് പ്രാധാന്യം കിട്ടുന്നതും അല്ലെങ്കിൽ അത്തരത്തിലൊരു വാർത്ത അലയൊടിക്കുന്നതിനും അതിന്റെ ഗുണം ചെയ്യുന്നതും പാകിസ്ഥാനിൽ മാത്രമാണ്. പാകിസ്ഥാനിനകത്ത് ഈ പറയുന്ന പോലെ വീരവാദം മുറക്കി കള്ളപ്രചരണങ്ങൾ നടത്തി പോകുന്ന ഒരു മുനീറിനെയാണ് നമുക്ക് കാണാൻ സാധിക്കും. അതവിടെ നിൽക്കട്ടെ. അപ്പം ഇത്തരത്തിൽ നാവികസേന ഓടിയൊളിക്കുന്ന ഒരു രംഗം, അല്ലെങ്കിൽ ഈ നാവികസേന ടെർമിനലിലേക്ക് ഓടിയൊളിക്കുന്ന രംഗം ഒരുപക്ഷെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തുവിട്ട് ഇന്ത്യ ഇപ്പം അല്ലെങ്കിൽ പുതിയൊരു പൊട്ടിത്തെറിക്ക് അല്ലെങ്കിൽ പുതിയൊരു നീക്കത്തിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ സിന്ദൂറിനകത്ത് ഈ പറയുന്നത് പോലെ പാക് നാവികസേന വലിയ വലിപ്പത്തിലുള്ള കപ്പലുകൾ കറാച്ചി തുറമുഖത്ത് നിന്ന് ഓടി ടെർമിനലിനകത്ത് ഒളിക്കുന്നതും, അല്ലെങ്കിൽ അതിനുശേഷം ഇറാനിലേക്ക് പോകുന്നതും, അല്ലെങ്കിൽ ഗാദ്വാർ തുറമുഖത്തിലേക്ക് പോയി രക്ഷപ്പെടുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു ചിത്രം വളരെ കൃത്യമായിട്ട് സാറ്റലൈറ്റ് ചിത്രം പുറത്തുവിട്ടിട്ടാണ് ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് കാരണം. അതായത് ഈ പറയുന്നത് പോലെ ഈ നമ്മുടെ സിന്ദൂറിനുമായിട്ടുള്ള യുദ്ധത്തിനകത്ത് ഈ 3 സേനകൾ ഉണ്ടായിട്ട് അതിനകത്ത് യാതൊരു രീതിയിലും ഒരു ആക്ഷൻ എടുക്കാനോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു കാര്യങ്ങൾ ചെയ്യാനോ സാധിക്കാതിരുന്നത് നേവിക്കാണ്. അതിന് പ്രധാനമന്ത്രി അതിനുശേഷം നേവി മേധാവിയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇപ്പൊ അവസരം കിട്ടിയില്ലല്ലോ, അടുത്ത പ്രാവശ്യം നിങ്ങൾക്കും അവസരം ഉണ്ടാകും എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ആ സമയത്താണ് ഈ ഒന്നും ചെയ്യാതിരുന്ന ഈ നേവി അല്ലെങ്കിൽ അത്തരത്തിൽ ഒരുപക്ഷെ നമ്മുടെ കപ്പൽപ്പടയെ കണ്ടോ അല്ലെങ്കിൽ നമ്മുടെ നാവികസേനയെ കണ്ടോ വലിയ വലിപ്പത്തിലുള്ള അല്ലെങ്കിൽ നാവികസേന, പാകിസ്ഥാന്റെ നാവികസേന ഈ പറയുന്ന ടെർമിനലിലേക്കും അതിനുശേഷം ഇറാൻ ബോർഡറിലേക്കും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഗദ്വാർ തുറമുഖ മേഖലയിലും ഒക്കെ പോയി രക്ഷപ്പെടുന്ന ഒരവസ്ഥ. കാരണം അത്തരത്തിൽ ഭയന്നു പോകുന്ന ഒരവസ്ഥ. ഇറാൻ അതിർത്തിയിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ ഇന്ത്യ ആക്രമിക്കത്തില്ലെന്ന് കണ്ട് അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ഒരു നീക്കം നടത്തുന്നതിന്റെ ചിത്രങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പം ഓരോ ദിവസവും ഇത്തരത്തിൽ കാര്യങ്ങൾ പുറത്തുവിടുന്ന ഒരവസ്ഥ. ഈ കാര്യങ്ങൾ പുറത്തുവിടുമ്പോൾ ഇത് ഔദ്യോഗികമായിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ സാറ്റലൈറ്റ് ചിത്രങ്ങളാകുമ്പോൾ, ഔദ്യോഗിക രേഖകളാകുമ്പോൾ ഇന്ത്യ ഓരോന്നോരോന്നായിട്ട്, ഇന്ത്യ ഇപ്പം ആദ്യ കാര്യം പറഞ്ഞു ഞങ്ങൾ ഇത്രയും ചെയ്തു, അല്ലെങ്കിൽ പറഞ്ഞത് അവർക്ക് തിരിച്ചടി കൊടുത്തപ്പോൾ അവർ പറഞ്ഞതനുസരിച്ച് നിർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് മൊത്തത്തിൽ ഒരു കാര്യം പറഞ്ഞ് അവർ പറഞ്ഞത് കാര്യങ്ങൾ വാസ്തവമല്ലെന്ന് കാണിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ S-400 തകർത്തെന്ന് പറഞ്ഞപ്പോഴും അത് അങ്ങനെ ഉണ്ടായില്ല, പ്രധാനമന്ത്രി എടുപ്പ് അതിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നതും, അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് കുഴപ്പങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് വരുത്തുന്നതിനും, നമ്മളെ കുഴപ്പം സംഭവിച്ചു എന്ന് പറഞ്ഞ് മനഃപൂർവ്വം പാകിസ്ഥാന്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ ഈ ലോകത്ത് പല ദേശീയ മാധ്യമങ്ങളും ഇന്ത്യയുടെ ആ ഒരു വിജയത്തിനകത്ത് അവർക്കത്ര സുഖമില്ലാത്തതുകൊണ്ട് അവർ ചില വ്യാജ വാർത്തകൾ കൊടുത്തപ്പോൾ അതിന് വ്യക്തത വരുത്തി സാറ്റലൈറ്റ് ചിത്രങ്ങളും അല്ലെങ്കിൽ തെളിവുകളും ഒക്കെ കൊടുത്ത് നമ്മൾ സംസാരിച്ചപ്പോൾ ആ വാർത്തകൾ തിരുത്തേണ്ടി വന്നു. ഇപ്പം അന്ന് പറയാത്ത കാര്യങ്ങൾ കൂടുതൽ വലിപ്പത്തിൽ നമ്മൾ പറയേണ്ടതായിട്ട് വരും. അപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഒരു ടോക്കിനകത്ത് ചർച്ച ചെയ്ത അതിനകത്ത് എത്ര പേർ മരിച്ചു എന്ന് നമ്മുടെ ഈ പറയുന്ന മേധാവികൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, മരണത്തിന്റെ എണ്ണം എടുക്കുന്നതല്ല, ഞങ്ങൾക്ക് ടാർഗറ്റ് ആയിരുന്നു പ്രശ്നം, ഞങ്ങൾ ഉദ്ദേശിച്ച ടാർഗറ്റുകൾ കൈകാര്യം ചെയ്തു, നമ്മൾ തിരിച്ചു വന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കാര്യം പറഞ്ഞു, 600ഓളം ഭീകരവാദികളും ഏതാണ്ട് 155ഓളം പട്ടാളക്കാരും മരിച്ചു എന്ന് പറഞ്ഞ് അവിടുത്തെ ഈ പറയുന്ന അവരുടെ ഭാഗമായിട്ടിരിക്കുന്ന ഒരു TV തന്നെ പുറത്തു വിടുകയും ആ വാർത്ത പിന്നെ മുക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അതിനു മുമ്പേ നമ്മൾ ആ വാർത്ത എടുത്തു വെച്ച് നമ്മൾ ഒരു ദിവസം ചർച്ച ചെയ്തു. ഏതാണ്ട് 755ഓളം പേർ മരിച്ചതായിട്ട്. അതിനകത്ത് ഭീകരവാദികൾ ഏതാണ്ട് 600 പേരോളം വരുന്നു. 155 പട്ടാളക്കാർ, 400 മെഡൽ കൊടുത്തതിനകത്ത് 155 പട്ടാളക്കാർ, വീരമൃത്യു വരിച്ച പട്ടാളക്കാർക്ക് മെഡൽ കൊടുത്തതായിട്ടാണ് വന്നത്. അപ്പൊ എത്ര പേര് മരിച്ചെന്നുള്ളതിനെ പറ്റി പറയില്ല. അപ്പൊ പാകിസ്ഥാൻ എത്രത്തോളം കാര്യങ്ങൾ സംഭവിച്ചു അല്ലെങ്കിൽ എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായി, ഈ കാര്യങ്ങൾ പാകിസ്ഥാൻ വെളിപ്പെടുത്താതിരിക്കുമ്പോൾ ഓരോ ദിവസവും
അവരുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അവിടുത്തെ എക്സ്പെർട്സും അവരുടെ രാജ്യത്തു നിന്ന് പോലും തെളിവുകൾ സഹിതം നമ്മൾ പറയാത്ത കാര്യങ്ങൾ വെളി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഏറ്റവും അവസാനം നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല, നമ്മുടെ നാവികസേനയെ കണ്ടെന്നോ ഓടിയെന്നോ അല്ലെങ്കിൽ ഭണ്ഡാരം അടങ്ങിയെന്നോ ഈ പറയുന്ന ഇറാനിലേക്ക് പോയെന്നോ ഖത്തർ തുറമുഖത്തിൽ ചെന്ന് നിന്നെന്നോ ഇറാന്റെ ബോർഡർ ആകുമ്പോൾ ഇന്ത്യ ആക്രമിക്കത്തരുത് കണ്ട് പോയെന്നോ ഒക്കെ അതൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതെല്ലാം ഇപ്പൊ സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഓരോ ദിവസവും പുറത്തു വിട്ടുകൊണ്ടിരിക്കുക. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ഓരോ ദിവസവും വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ വീണ്ടും ഒരു നീക്കം ഈ പറഞ്ഞതുപോലെ ഭീകരവാദ കേന്ദ്രങ്ങൾ 15ഓളം ഭീകരവാദ കേന്ദ്രങ്ങൾ പലർത്ത് ഉരുത്തിരിയുന്നത് നമുക്ക് ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടുന്നു. അമേരിക്കയുടെ ഒരു സപ്പോർട്ടോട് വീണ്ടും ആക്രമിക്കാൻ തയ്യാറാകുന്ന ഒരു പാകിസ്ഥാനെ നമുക്ക് ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടുന്നു. അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മളെ ചിക്കൻ ലെക്കിൽ ആക്രമിക്കുന്നതിന് വേണ്ടി അമേരിക്കൻ ചാരസംഘടനയുടെ സഹായത്തോടുകൂടി ബംഗ്ലാദേശിലുള്ള പട്ടാളക്കാരെ കൊണ്ടൊരു നീക്കം നടത്തുന്നതിന് വേണ്ടി നടത്തുന്നുള്ള റിപ്പോർട്ടുകൾ നമ്മൾ കിട്ടുന്നു. അപ്പൊ വരുന്നെങ്കിൽ വാ, നമ്മൾ ഇനി ഓരോന്നോരോന്ന് ചെയ്ത കാര്യങ്ങൾ പുറത്തു വിട്ട് പ്രകോപനം ഉണ്ടാക്കി പാകിസ്ഥാനകത്ത് ഇന്ത്യക്ക് സംഭവിച്ചു, ഇന്ത്യക്ക് കുഴപ്പം സംഭവിച്ചു എന്ന് പാകിസ്ഥാൻ ജനതയെ തെറ്റിദ്ധരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ കൊടുത്തിട്ട് പാകിസ്ഥാനെ വീണ്ടും വെല്ലുവിളിക്കുന്ന ഒരു ഇന്ത്യ മഹാരാജ്യത്തെയാണ് കാണുന്നത്. കൂടെ ട്രംപിനെയും വെല്ലുവിളിക്കുന്നു എന്ന് വേണം കരുതാൻ. അതായത് ഇപ്പം ഇതുവരെ ഇല്ലാത്ത ഒരു നീക്കം, അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യം നമ്മളങ്ങനെ ചുമ്മാ കണാകുണ കാര്യം പറയുന്ന രീതിയിൽ കാര്യങ്ങൾ പറയുന്നിടത്ത് പറയും, ആവശ്യമുള്ളത് പറയും. അപ്പൊ അതിനകത്തുനിന്ന് അടിച്ചു തിരിച്ചടിച്ചു നമ്മളെ ടാർഗറ്റുകൾ പൂർത്തീകരിച്ചു. നമ്മളെ ഈ പറയുന്ന പോലെ മോശമാക്കാൻ നിന്നവർക്ക് നമ്മൾ വ്യക്തത വരുത്തിയുള്ള അതിന്റെ സാറ്റലൈറ്റ് ചിത്രങ്ങളും തെളിവുകളും കൊടുത്തു. അപ്പൊ അത് വാർത്ത വന്നു. പിന്നെ ഓരോരുത്തരും നാവികസേന ഓടിയതും പട്ടാളം ചത്തതിന്റെ കണക്കും അല്ലെങ്കിൽ അത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങളും ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഇപ്പൊ ഓരോന്നോരോന്നും നമ്മൾ പറഞ്ഞില്ലെങ്കിലും പാകിസ്ഥാന് വെളി വരുന്നു. പിന്നെ ചില കാര്യങ്ങൾ നമ്മൾക്ക് പറയേണ്ടി വരും. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്കെതിരെ ഒരു നീക്കം ഒരുപക്ഷെ മുനീർ പലവട്ടം വെല്ലുവിളിക്കുമ്പോൾ അയാളുടെ പുറകിൽ എന്തോ ഒരു വലിയ ബലമുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ഇനി ഞങ്ങളുടെ കൂടെ കാണും, അപ്പൊ ഇന്ത്യ കയറി അങ്ങ് ആക്രമിച്ചേക്കാൻ ചൊറിഞ്ഞേക്കാം എന്ന് പറയുമ്പോൾ ഇന്ത്യ ഇനി ഏതവൻ കൂടെ ഉണ്ടെങ്കിലും ഇങ്ങോട്ട് കയറി ആക്രമിച്ചാൽ ചൊറിയുന്നതിന് തീരുമാനമെടുക്കുന്ന സമയത്ത് തന്നെ തിരിച്ചടി കൊടുക്കും എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു വർത്തമാനം തന്നെയാണ് ഇത്തരത്തിൽ ഓരോ ദിവസവും. കഴിഞ്ഞ ദിവസം വ്യോമസേന മേധാവി വിമാനങ്ങൾ തകർത്തെന്ന കാര്യം പറഞ്ഞതുപോലെ ഇപ്പം ഈ സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തുവിട്ട് ഇന്ത്യ ഒരു മറുപടി കൊടുത്തിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. സർ, ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വരിക വഴി ഇന്ത്യ ഏത് തരത്തിൽ പാകിസ്ഥാനെ നേരിട്ടു, അല്ലെങ്കിൽ ഇന്ത്യയുടെ നീക്കം എന്തായിരുന്നു എന്നതിനെ കുറിച്ച് കൂടുതൽ വ്യക്തത വരികയല്ലേ ലോക രാജ്യങ്ങൾക്ക്? ഉപഗ്രഹ ചിത്രങ്ങൾ ഈ പറയുന്നത് പോലെ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയുള്ളതാണ്. കാരണം നേരത്തെ ഞാൻ ഈ ടോക്കിനകത്ത് തന്നെ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ ടാർഗറ്റുകൾ ഫിനിഷ് ചെയ്തു, ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. നമ്മളുടെ വിമാനം നഷ്ടപ്പെട്ടു, നമ്മളെ ആക്രമിച്ചു, നമ്മളുടെ കൂടുതൽ സ്ഥലങ്ങൾക്കകത്ത് പ്രശ്നം ഉണ്ടാക്കി എന്നൊക്കെയുള്ള രീതിയിൽ പാകിസ്ഥാൻ പറയുമ്പോൾ അതിന് ശരിവെക്കുന്ന രീതിയിലേക്കുള്ള വാർത്തകൾ ചമയ്ക്കാൻ ലോക രാജ്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവർ പറയുന്ന ടാർഗറ്റുകൾക്കകത്ത് അവർ നശിപ്പിച്ചെന്ന് പറഞ്ഞ X-400ഉം അല്ലെങ്കിൽ അവർ പറയുന്ന ടാർഗറ്റുകളും അല്ലെങ്കിൽ ഇന്ത്യക്കകത്തൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് അതിനകത്ത് നമ്മൾ കൊടുക്കുന്ന ചിത്രങ്ങൾ ലോകത്തിന് ബോധ്യം വരുന്ന രീതിയിൽ, അതിന് ഉപഗ്രഹ ചിത്രങ്ങൾ മതിയല്ലോ, ആർക്കും പരിശോധിക്കാം, ആ രീതിയിൽ കൊടുത്തത്. അപ്പൊ അതിനകത്ത് ആ രീതിയിൽ കൊടുത്തു. അവരുടെ ഇത്ര 13 സൈനിക അല്ലെങ്കിൽ വ്യോമത്താവളങ്ങൾ, സൈനിക താവളങ്ങൾ, ഇന്നടുത്ത ടാർഗറ്റ് 9 ഭീകര കേന്ദ്രങ്ങൾ, മറ്റു രീതിയിലൊക്കെ ഉള്ള ഒരു വ്യക്തത വരുത്തി നമ്മൾ ഓരോ ദിവസം പത്രസമ്മേളനം കൊടുത്തിട്ടുണ്ട്. അപ്പൊ തിരിച്ച് വ്യാജമായിട്ടുള്ള മറുപടികൾക്ക് അതിനകത്ത് വ്യക്തത വരുത്തിയാണെന്ന് പറഞ്ഞതും അവർ പറഞ്ഞിരുന്ന വ്യാജ പ്രചരണങ്ങളെ പൊളിച്ചടുക്കി പോകുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ഒരു നീക്കം നടന്നത്. ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വീണ്ടും ഉരുണ്ടുകൂടുന്നു, ഒന്നുകൂടെ ആക്രമിച്ചേക്കാം, അല്ലെങ്കിൽ അത്തരത്തിൽ വർത്തമാനങ്ങൾ വരുന്നു. അങ്ങനെയൊന്ന് ആക്രമിക്കാൻ വേണ്ട പിന്തുണ അവരുടെ ഭാഗത്തു നിന്നും വരുന്നു. ആ പിന്തുണ വരുമ്പോൾ ഇത് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്, വേണമെങ്കിൽ വാടാ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വർത്തമാനമാണ് ഈ പറയുന്ന വ്യോമസേനയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഞങ്ങൾ ഇത്ര എണ്ണം തകർത്തു, അതിനകത്ത് ഒരെണ്ണം ചൈനയുടെ വിമാനമായിരുന്നു, 5 എണ്ണത്തിനകത്ത് ഒരെണ്ണം ചൈനയുടേതാകുമെന്ന് പറയുമ്പോൾ ബാക്കി 4 എണ്ണം J-16 അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അമേരിക്കൻ J-16 ആണ്, അമേരിക്കൻ വിമാനമാണെന്നാണ് അതിന്റെ അർത്ഥം. അത് ലോകത്ത് മാധ്യമങ്ങൾ ചർച്ച ചെയ്തില്ലേ? അപ്പൊ പിന്നെ ആറാമതൊരു വിമാനം എന്ന് പറഞ്ഞാൽ വ്യോമ നിരീക്ഷണത്തിൽ ഏറ്റവും വലിപ്പത്തിലുള്ള വിമാനമല്ലേ? അപ്പൊ ഇപ്പം രണ്ടാമത് ഈ പറയുന്നത് പോലെ നാവികസേന ഒന്നുമില്ലാതെ ചുമ്മാതെ നിന്ന നമ്മുടെ കപ്പൽപ്പടയെ കൊണ്ട് ഓടിയ കാര്യം 1971 ഒന്ന് ഓടിയായിരുന്നു. അത് അവർക്ക് ഓർമ്മ കാണും. അന്ന് ഈ പറഞ്ഞതുപോലെ ഈ പാകിസ്ഥാൻ നാവികസേന ഓടിയൊരു ചരിത്രമുണ്ട് യുദ്ധത്തിനകത്ത്. അപ്പൊ അതിനപ്പുറം അന്ന് ആക്രമിച്ചു, അല്ലെങ്കിൽ കറാച്ചി തുറമുഖം ആക്രമിച്ചു. ഇപ്പോഴും ഈ കറാച്ചി തുറമുഖം ആക്രമിക്കും എന്നുള്ള രീതിയിലേക്ക് ഭയന്നിട്ടാവും ഈ പറയുന്ന കപ്പൽ എടുത്തുകൊണ്ട്
ഈ നമ്മുടെ തുറമുഖം, നമ്മൾ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ നിയന്ത്രണത്തിലുള്ള തുറമുഖത്തിന്റെ അടുത്തോട്ട് പോയത്, ഇറാന്റെ ബോർഡറിലേക്ക് പോയത്. ഇറാനുമായിട്ടുള്ള ബന്ധം വെച്ച് അവിടെ ഒരു ആക്രമണം ഉണ്ടാകത്തും അല്ലെങ്കിൽ ആ ബോർഡറിൽ ഒരു ആക്രമണം ഉണ്ടാകത്തില്ലെന്നാണ് ഓടി ഒളിച്ചത് എന്ന് വേണം പറയാൻ. അപ്പൊ അതേ രീതിയിലേക്കാണ് കാര്യങ്ങൾ. അപ്പം അതേ രീതിയിലേക്ക് ഇന്ത്യ എത്ര വലിപ്പത്തിൽ ആക്രമിച്ചു, അല്ലെങ്കിൽ ഇന്ത്യ എന്തിനു വേണ്ടി ഭയക്കുന്നു, ഇന്ത്യയുടെ മുമ്പിൽ പാകിസ്ഥാൻ ഒന്നുമല്ല എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ ഓരോന്നോരോന്നും വിശദമാക്കി പറയുമ്പോൾ. നമ്മൾ ഇതുവരെ വിശദമാക്കി പറഞ്ഞിട്ടില്ല, പറയേണ്ട ഗതി നമുക്കില്ല. നമ്മുടെ വലിപ്പം, ചില ആൾക്കാർ പുങ്കന്മാര് പറയുന്ന കണക്ക് എനിക്കതുണ്ട്, എനിക്ക് 3 കാറുണ്ട് 4 കാറുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒക്കെ പറയുന്ന ചില ആൾക്കാരുണ്ടല്ലോ. എന്ന് പറയുന്ന കണക്കല്ല ഇന്ത്യ നമ്മള് മൊത്തത്തിൽ പറഞ്ഞങ്ങ് നിർത്തിയതാ. നമുക്ക് ഉള്ള കാര്യം, അവന് കിട്ടിയ കാര്യം അവനറിയാം, അല്ലെങ്കിൽ ഇത് അറിയാവുന്നവർക്കറിയാം, അമേരിക്കയ്ക്ക് അറിയാം, ചൈനയ്ക്ക് അറിയാം, തുർക്കിക്ക് അറിയാം, ലോകരാജ്യങ്ങൾക്ക് അറിയാം. അത് അവർ മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ ഒരു വർത്തമാനം വേണ്ട, അതൊരു മോശമായ കാര്യമാണ്, നമുക്ക് യോജിക്കുന്നതല്ല, നമ്മുടെ സംസ്കാരത്തിന് യോജിക്കുന്നതല്ല, നമ്മുടെ വലിപ്പത്തിന് യോജിക്കുന്നതല്ല എന്നുള്ള രീതിയിലേക്കാണ് അത് വ്യക്തത വരുത്താൻ. ഇപ്പൊ വ്യക്തത വരുത്തേണ്ടി വന്നു. കാരണം വ്യക്തത വരുത്തേണ്ടി വന്നത് ഈ പറഞ്ഞതുപോലെ വീണ്ടും ഒന്ന് അടിച്ചേക്കാം, എന്നാൽ അടി അങ്ങ് തുടങ്ങിയേക്കാം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അതിന് തയ്യാറാണോ എന്നുള്ള രീതിയിൽ, അതിനകത്ത് ഭയമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ, അതിനകത്ത് ആരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇന്ത്യ തയ്യാറല്ല എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വർത്തമാനമാണ് നമ്മൾ നടത്തിയത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.